ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ബന്ധുക്കളോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടുമെല്ലാം ഒരകലം പാലിക്കുന്നത് നല്ലതാണ്. ഇടുക്കി കുമളിയിൽ പെൺകുട്ടിയെ ലോഡ്ജ് മുറിയിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് ഒരു അയൽവാസിയും കൂട്ടുകാരനും ചേർന്നാണ്. പിന്നീട് പെൺകുട്ടിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശി പ്രജിത്ത് പോലീസിന്റെ പിടിയിലായി. ഇയാളുടെ കൂട്ടാളി കാർത്തിക് ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു. യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി. വീട്ടിലേക്ക് വരുന്നതിന് പകരം യുവതിയെ റോസാപ്പൂ കണ്ടത്തിലെ ലോഡ്ജിലെത്തിച്ചു. ഈ സമയം മുറിയിൽ അരണക്കൽ സ്വദേശിയായ കാർത്തിക്കും ഉണ്ടായിരുന്നു. ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത പെൺകുട്ടിയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. തുടർന്ന് പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു. ഈ സമയം കൂട്ടാളിയായ കാർത്തിക് വീഡിയോ പകർത്തി. തുടർന്ന് ഇയാളും ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടിയും മാതാപിതാക്കളും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രജിത്തിനെ മധുരയിൽ നിന്നും പിടികൂടി. കേസിലെ മറ്റൊരു പ്രതി കാർത്തിക് കർണാടകത്തിലേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.